ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം ഇറാൻ പ്രതീക്ഷിച്ചത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഭയന്നത് സംഭവിക്കുന്നു. കാരണം ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം ഇസ്രായേലിന് മാരക പ്രഹരശേഷിയുള്ള ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ നൽകുവാനുള്ള ആ നിരോധനം, ആ തീരുമാനം ബൈഡൻ സർക്കാരിന്റെ നീക്കിയിരിക്കുന്നു. ഇനി ഇസ്രായേലിന്റെ കയ്യിൽ മാരക പ്രഹരശേഷിയുള്ള ഹെവി ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ എത്തും എന്നാണ് അറിയാനായി സാധിക്കുന്നത്. ഇസ്രായേലിന് ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ നൽകാത്തത്, മാരക പ്രഹരശേഷിയുള്ളത് നൽകാത്തത്, അത് തെക്കൻ ഗാസ നഗരമായ റഫയിലുള്ള മരണനിരക്ക് കുറയ്ക്കാനാണ്. ഇസ്രായേലിന് അത് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായും അത് റഫയിൽ ഇസ്രായേൽ ഉപയോഗിക്കും എന്ന് അമേരിക്കയ്ക്കറിയാം. അതുകൊണ്ടാണ് എന്നാണ് ബൈഡൻ സർക്കാർ പറഞ്ഞിരുന്നത്. എന്നാൽ ആ ഒരു സാഹചര്യം ഇപ്പോഴില്ല, ഇപ്പോഴത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇറാൻ എന്താണ് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് എന്ന ഒരു ചോദ്യത്തിന് ഉത്തരമുണ്ട്. കാരണം ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കാൻ മാരക പ്രഹരശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ തന്നെ വേണം. അത് ഇസ്രായേലിന്റെ പക്കലില്ല. ഇസ്രായേലിന്റെ കയ്യിലുള്ളത് മാരക പ്രഹരശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളല്ല, വെയിറ്റ് കുറഞ്ഞവയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇറാനെ ആക്രമിക്കാതിരുന്നത് എന്നാണ് പല പ്രതിരോധ വിദഗ്ധരും പറയുന്നത്. പ്രധാനമായും ഇറാന്റെ ആണവ നിലയങ്ങളെല്ലാം തന്നെ മലയുടെ ഏറ്റവും കീഴിൽ, മലയുടെ അടിയിലൊക്കെയാണ് ഇറാൻ പ്രവർത്തിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒളിച്ച് പ്രവർത്തിക്കുന്നത്. ഇത് തകർക്കണമെങ്കിൽ ആ മല പൂർണ്ണമായും തകർക്കേണ്ടി വരും. അതിനു ശേഷിയുള്ള ബോംബുകൾ, ബങ്കർ ബസ്റ്ററുകൾ ഇസ്രായേലിന്റെ കയ്യിലില്ല, അത് അമേരിക്കയുടെ കയ്യിലാണുള്ളത്. ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ആകാശത്ത് നിന്ന് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇത് ഭൂമി തുരന്ന് അത് നേരെ താഴെ എത്തി, അതായത് ഭൂമിയുടെ അടിയിലെത്തി ബങ്കറുകളും മറ്റും കണ്ടുപിടിച്ച് അവിടെ നിന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്കുള്ളത്. ഒരു മല തന്നെ തുരക്കാൻ ശേഷിയുള്ള ബോംബുകളാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ കയ്യിലേക്ക് എത്താൻ പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ട്രംപ് ഇതിനെക്കുറിച്ച് പ്രധാനമായും പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേൽ ഓർഡർ ചെയ്യുകയും പണം നൽകുകയും ചെയ്തിരുന്നു ഈ ബോംബുകൾക്ക്. എന്നാൽ ബൈഡൻ ഇത് അയച്ചിട്ടില്ല. ഇപ്പോൾ ഈ ബോംബുകൾ ഞാൻ അവരുടെ വഴിയിലേക്ക് വിടുകയാണ്, അതായത് അവർക്ക് വേണ്ടി അയച്ചു കൊടുക്കുകയാണ്. ഞങ്ങൾ ഇന്ന് അവരെ വിട്ടയച്ചു. ട്രംപ് ബോംബുകളെ കുറിച്ചാണ് ഇത് പറഞ്ഞത്. അതായത് ഞങ്ങൾ ഇന്ന് അവരെ വിട്ടയച്ചു എന്ന് പറഞ്ഞാൽ ബോംബുകൾ ഇസ്രായേലിന് കൊടുത്തു എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ആ ബോംബുകൾ റിലീസ് ചെയ്തിരുന്നു. അവർ വളരെ കാലമായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ഈ ബങ്കർ ബസ്റ്റർ ഇസ്രായേലിന് കൊടുത്തതിനെ കുറിച്ച് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്കറിയാമായിരുന്നു. അവർ വളരെ കാലമായി ഇതിനു വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. ആ ബോംബുകളാണ് ഞങ്ങളിപ്പോൾ ഇസ്രായേലിന് വിട്ടുകൊടുത്തത്. തെക്കൻ ഗാസ നഗരമായുള്ള റാഫയെക്കുറിച്ച് നമുക്കറിയാം. ഓൾ ഐസ് ഓൺ റാഫ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനൊക്കെ വന്നതാണ്. ആ റാഫയിൽ ഇസ്രായേലിന്റെ സമ്പൂർണ്ണ ആക്രമണം നടത്തുന്നതിൽ നിന്ന് തടയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അന്നത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ മെയ് മാസത്തിൽ വലിയ ബോംബുകളുടെ വിതരണം നിർത്തിവെച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ട്രംപ് പറയുന്നത് 1 മാസത്തിന് ശേഷം ഇസ്രായേൽ ആ നഗരത്തിന്റെ നിയന്ത്രണം തന്നെ ഏറ്റെടുക്കുന്ന കാഴ്ച വന്നു. എന്നാൽ റഫേൽ താമസിക്കുകയോ അഭയം പ്രാപിക്കുകയോ ചെയ്തിരുന്ന 1 ദശലക്ഷം സാധാരണക്കാരിൽ ബഹുഭൂരിപക്ഷവും പലായനം ചെയ്തിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഈ ബോംബുകൾ ഇസ്രായേലിന് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് ട്രംപ് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.